പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ലൊരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ട് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാനാണെങ്കിലും നമുക്ക് വീട്ടിൽ കഴിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വീട്ടിലേക്ക് പോകാം. നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണം കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് അരി വെച്ച് ചെയ്യുന്നത് കേട്ടോ. 250 ഗ്രാം അരി വെച്ച് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി, പിന്നെ സവാള, അതുപോലെ ഒരു ചെറിയൊരു പൊട്ടാറ്റോ കേട്ടോ, പിന്നെ ഒരു വലിയ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ അത് പിന്നെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അതേപോലത്തെ ഞാൻ അരി ആദ്യം കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് കുതിർത്ത് വെക്കണം. കുറച്ച് അരി വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പം അതേപോലെ നിങ്ങൾക്ക് എത്ര വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഇപ്പം വെജിറ്റബിളിൻ്റെ അളവ് കൂട്ടണേ. അപ്പോൾ ഞാനതൊന്ന് വേറെ നമ്മൾ സാധാരണ മന്തിക്കൊക്കെ ഉണ്ടാക്കൂലേ, അതേപോലത്തെ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കുമ്പോൾ തന്നെ വെച്ച് ഊറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ 2 കഷ്ണം പട്ട, 1 ഏലക്കായ്, പിന്നെ 1 ഗ്രാമ്പു, പിന്നെ 1 സ്പൂണ് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ഓയിലിട്ട് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഞാനത് വേവിപ്പിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് മസാല തയ്യാറാക്കാം കേട്ടോ. എന്നിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി, തക്കാളി, പിന്നെ അതിലേക്ക് ഇട്ടതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മസാലയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുന്നുണ്ട്. ഇത് മക്കളൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ലഞ്ച് ബോക്സിലേക്ക് കൊടുക്കാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് വേവിപ്പിച്ചെടുക്കാം. മസാല ഇട്ടെടുക്കുന്നുണ്ട്. 1 സ്പൂണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി കേട്ടോ, അതുപോലെ മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. അത് പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് വെന്ത് കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ. ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ, അത് നന്നായിട്ട് വെന്ത് വരട്ടെ. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, നമ്മൾ ആദ്യം പൊട്ടാറ്റോ വേറെ ഒറ്റയ്ക്ക് വേവിപ്പിച്ചിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചോറ് അവിടെ നിന്ന് നന്നായിട്ട് വെന്ത് വെള്ളം കുറ്റിയാണ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കിനി മസാല പൊട്ടാറ്റോ ഒന്ന് വെന്തതിന് ശേഷം അതിലേക്ക് ചോറിട്ട് കൊടുത്ത് മിക്സ് ആക്കണം കേട്ടോ. ഇതിൽ പിന്നെ ഇത് പൊട്ടാറ്റോ റൈസ് ആയതുകൊണ്ടാണ് ഞാനത് വേറൊന്നും ഇടാത്തത്. അല്ലെങ്കിൽ പിന്നെ ചെറിയ കഷ്ണം ചിക്കനോ പിന്നെ മുട്ടയോ ഒരു 1-2 മുട്ടയൊക്കെ ഇട്ടെടുത്താൽ പിന്നെ വേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ അധികം എരിവൊന്നും ഇല്ലാതെ വെച്ചേട്ടോ. കുട്ടികൾക്കാകുമ്പോൾ എരിവ് ഇങ്ങനെ എരിവുള്ള ഭക്ഷണം അങ്ങനെ കൊടുക്കലില്ല. ചെറിയൊരു എരിവേ ഉള്ളൂ. പിന്നെ അതിലേക്ക് ആ ചോറ് ഞാൻ അതിലേക്ക് ഇട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ടൊന്ന് ആവി കയറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിന് നന്നായിട്ടൊന്ന് മസാലയൊക്കെ മിക്സ് ആയതിനു ശേഷം കേട്ടോ. അപ്പോൾ നല്ലൊരു എന്താ പറയുക, കുട്ടികൾക്ക് കൊടുക്കാനായാലും നമുക്ക് കഴിക്കാനായാലും ലഞ്ച് ബോക്സിലേക്കായാലും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണലൊന്നും ചെയ്തിട്ട് കാണാം കേട്ടോ.